ചെയ്യാനും വാങ്ങാനും ഇഷ്ടമുള്ള ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണ് കേട്ടോ ഇത്. ഹോണടിച്ച് വീട്ടിൽ ആരും ഇല്ലാന്ന് കരുതി തിരിച്ചു പോയ പോസ്റ്റ്മാനെ വളഞ്ഞിട്ട് പിടിച്ച് കൊണ്ടുവന്ന സാധനമാണിത്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്നുള്ള എൻ്റെ ക്യൂരിയോസിറ്റി മനസ്സിലായി കാണുമല്ലോ എൻ്റെ ഈ പൊളിപ്പ് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് ആണ്. ഗിഫ്റ്റിനകത്ത് എന്താണ് എന്ന് ചൂഴ്ന്ന് നോക്കുന്നതിനേക്കാളും എനിക്ക് ഇൻട്രസ്റ്റ് ഗിഫ്റ്റ് റാപ്പർ കീറിപ്പോകാതെ അഴിച്ചു മാറ്റുന്നതിലാണ്. എന്തുകൊണ്ടും മലയാളി അക്കാര്യത്തിൽ മിടുക്കരാണല്ലേ. ഇതോടെ കാണുള്ളൂന്നും പറഞ്ഞ് മെല്ലെ ഇളക്കി മാറ്റിയിട്ടാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് ഒന്നും കിട്ടാൻ പോയിട്ടില്ല. വീണ്ടും അതിനകത്ത് 1-2 പൊതികൾ കിടക്കുന്നു. ഇത്രയും പെർഫെക്ഷനോട് പാക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്രത്തോളം സ്നേഹത്തോടെ ആയിരിക്കും സാധനം ചെയ്തു വെച്ചേക്കുന്നത്. മോട്ടുമുയലിന് വഴി കാണിച്ചു പോയ അതേ അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഞാൻ. വീണ്ടും തുറക്കും തോറും വീണ്ടും പുതിയ പൊതികൾ കിട്ടാൻ തുടങ്ങി. ശരിക്കും സസ്പെൻസ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ബർത്ത്ഡേസും അതുപോലെ തന്നെ ആനിവേഴ്സറീസും ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സസ്പെൻസ് കൊടുക്കാൻ വേണ്ടി ഒട്ടനവധി സസ്പെൻസുകൾ ഇവരുടെ കയ്യിലുണ്ട് കേട്ടോ. എല്ലാ പൊടിക്കയും കൂടെ ഒരു കുടക്കീഴിലാക്കി ഞാൻ താഴെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. കയറി നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഓർഡർ ചെയ്യാം. അപ്പോൾ ഈ സംഭവം ഞാൻ തുറന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ മോനെ ശരിക്കും ഞെട്ടിച്ച് കേട്ടോ. ഈ ഒരു ബ്ലൂ കളർ എന്നോട് ചോദിച്ചായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണ്. അപ്പോൾ ഞാൻ ബ്ലൂ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. തുറക്കുമ്പോൾ തന്നെ ഒരുപാട് ഗ്ലിറ്റേഴ്സൊക്കെ ഉള്ള, അത് മൂവിങ് ഗ്ലിറ്റേഴ്സ്, അതുപോലെ തന്നെ നല്ല മൊസൈക്ക് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഉഗ്രൻ സ്ക്രാപ്പ് ബുക്ക്. നമ്മുടെ ഫോൺ ഗാലറിയിൽ ഒരുപാട് നാളൊന്നും നമ്മുടെ ഫോട്ടോസൊന്നും സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിഷ്ടമുള്ള മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്ത് അതൊരു കുഞ്ഞ് സ്ക്രാപ്പ് ബുക്ക് ആക്കിയോ അല്ലെങ്കിൽ ആൽബം ആക്കിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അത്തരത്തിലുള്ള ഐഡിയയിലാണ് ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഒരു കുടക്കീഴിൽ വന്നോണം ഒരു സ്ക്രാപ്പ് ബുക്ക് ആക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടുന്ന സമയത്ത് ഒരുപാടധികം അനുമോദനങ്ങളും അതുപോലെ തന്നെ കുറേയധികം സന്തോഷം തരുന്ന മൊമെൻറ്റ്സും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് എന്നും എങ്ങനെയാണ് അതിന് ആപ്ലിക്കേഷൻ അയക്കേണ്ടതെന്നും എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തന്നോളാമെന്നും പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. 300-ലധികം കമൻറ്റുകളും അതിനകത്ത് തന്നെ വന്നിരുന്നു. ഒരുപാട് പേർക്ക് ഞാൻ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്ത് ഒരുപാട് പേർക്ക് റെക്കോർഡ് കൺഫേം ആയെന്നും പറഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ നമ്മളിലൂടെ മറ്റുള്ളവർക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. ഓരോ പേജ് മറിച്ച് കളയുന്ന ഒരു സ്ക്രാപ്പ് ബുക്ക് അല്ല കേട്ടോ. ഓരോ പേജിനുള്ളിൽ കുഞ്ഞു ആൽബംസ് കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിതൊക്കെ കാണുമ്പോഴാണ് ഒരു നൊസ്റ്റു അടിക്കുന്നത്. റെക്കോർഡ് കിട്ടാൻ കാരണമായത് എഗ് ആർട്ടാണ്. അപ്പോൾ ഒരു ചെറിയൊരു മൈക്രോ ആർട്ടാണ് ചെയ്തത്. അതായത് ഒരു കുഞ്ഞു മുട്ടയിൽ തന്നെ കൈയെടുക്കാതെ 3 പേരുടെ ചിത്രം, അതും മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ചിത്രം കൈയെടുക്കാതെ വരച്ചതിനാണ് റെക്കോർഡ് കൺഫർമേഷൻ ആയത്. ഓരോ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പേജസിലും ചെറിയ ക്യാപ്ഷൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ഇതുപോലൊരു ചെറിയ കുടക്കീഴിലാക്കി വെക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്തും കൊടുക്കാം. എൻ്റെ ലൈഫിലെ ഏറ്റവും കിട്ടിയ അനുമോദനത്തിൽ ഒന്ന് ഇത് തന്നെയായിരുന്നു. നമ്മുടെ കൊല്ലത്തെ MP NK പ്രേമചന്ദ്രൻ സാറ് വീട്ടിൽ വന്ന് അനുമോദനം അർപ്പിച്ചപ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിയായ ശ്രീമതി J ചിഞ്ചുറാണിൽ നിന്ന് അനുമോദനം ഏറ്റുവാങ്ങാൻ സാധിച്ചത്. അപ്പോൾ ഇതെല്ലാം എന്തായാലും സൂക്ഷിച്ചു വെക്കേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ. നമ്മുടെ ബഡ്ജറ്റിനും നമ്മുടെ ഇഷ്ടങ്ങൾക്കും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഓരോ ഗിഫ്റ്റും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഐനോസ് ആർട്ടിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ പോയി നോക്കുക. ഉപകാരപ്പെടുന്നവർക്ക് വേണ്ടി ഷെയറും കൂടെ ചെയ്തു കൊടുക്കുക. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ലിങ്ക് കൂടി ഞാൻ താഴെ പിൻ ചെയ്തേക്കാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എത്തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് തീർപ്പാക്കേണ്ടതെന്നുള്ളത് വിശദമായി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.